കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ഡിസംബർ മാസം 25-ാം തീയതിയാണ് ലാലേട്ടന്റെ ബറോസ് തിയേറ്ററിൽ പോയി കണ്ടത്. ഇനി അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത് പത്രോസേ. ഇന്ന് അതിന്റെ ഓർമ്മ പുതുക്കൽ ദിവസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബറോസ് ഒക്കെ ഭയങ്കര ബെറ്റർ പടമായിരുന്നു. ഈ മമ്മൂക്കയുടെ മാമാങ്കം റിലീസായതിനു ശേഷം എയറിൽ നിൽക്കുന്ന ഇക്ക ട്രോൾ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മീമുകളൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? എന്തായാലും അങ്ങനെ ഹെയ്റ്റുള്ള ഈ ഫാൻസിന് ചെക്ക് വെക്കാനുള്ള ഒരു സാധനമായിട്ട് ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള സിനിമയാണ് വൃഷഭ. തെലുങ്ക് ലോബി നമ്മുടെ ലാലേട്ടനെ അവിടുന്ന് ഫീൽഡ് ഔട്ട് ആക്കാനുള്ള ഒരു പദ്ധതി ഇട്ടതാണെന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് മറ്റേ നാടക ഡയലോഗാണ്. ആരെങ്കിലും ഒരാൾ ചേട്ടാ ഇത് പച്ചലയാണോ പഴുത്തലയാണോ എന്ന് ചോദിച്ചാൽ രുദ്രമഹാദേവന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു 25 മിനിറ്റ് കഥാപ്രസംഗം കഴിഞ്ഞിട്ട് ഇത് പച്ചലയാണോ പഴുത്തലയാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് പോലെ പറഞ്ഞിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഡയലോഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ലാലേട്ടന് എളുപ്പം തോന്നിയിട്ടുണ്ടാവും ഇത് ഞാൻ ഭീമന് പകരം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വേഷമാണെന്ന്. അങ്ങനെ ആ പാവം നല്ല മനസ്സോടുകൂടി ചെന്ന് ചാടിയതായിരിക്കും. AI ഉപയോഗിച്ചുകൊണ്ട് ലാലേട്ടൻ ഒരു ഇൻട്രോ ഒക്കെ കൊടുത്തു. പക്ഷേ മൊത്തത്തിൽ ലാലേട്ടൻ അവർ ചതിച്ചതാ. സംവിധായകൻ ജോഷി എന്ന ചതിച്ചാണ് സാറേ. ഞാൻ എന്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. അമ്മയെ വെട്ടിക്കൊന്ന മോൻ അച്ഛനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കൊല്ലാൻ വേണ്ടി യുഗങ്ങളായി പുനർജന്മം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ബെസ്റ്റ് കഥ. ഉടനെ അയച്ചു കൊടുത്ത അടുത്ത ബാലരമയിൽ വരും. കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ഇവന്റെ ഈ കലിപ്പ് കാണേണ്ടി വന്ന ഒരു ഗതികെട്ട തന്തയായിട്ടാണ് നമ്മൾ ലാലേട്ടന്റെ ക്യാരക്ടറിനെ കാണുന്നത്. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? ഇവന്റെ കയ്യിലിരിപ്പിന് ഇവന് ആദ്യത്തെ ജന്മത്തിൽ തന്നെ ലാലേട്ടൻ ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ ഇങ്ങനെ ഈ കഷ്ടപ്പാട് വല്ലതും ഉണ്ടാവും. അല്ല നമുക്കിങ്ങനെ ഈ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. AI ഒക്കെ ഉണ്ടല്ലോ. ഇത് ഈ സിനിമ അതുപോലെ നമ്മൾ ഏതെങ്കിലും AIക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് സിനിമ എന്ന് വെച്ചാൽ അവർ നെഗറ്റീവ് റിവ്യൂ ഇടും. ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരുടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. ഒരച്ഛനും ഈ ഗതി വരരുതെന്നോ അങ്ങനെ എന്തോ ലാലേട്ടൻ പറയുന്നുണ്ട്. ഒരു മോഹൻലാൽ ഫാനിനും ഈ ഗതി വരരുതേ എന്ന് പറയാൻ തോന്നിപ്പിച്ച പോലത്തെ ഒരനുഭവം. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ആ നാട്ടിലെ രാജ്ഞി ഒരു ചാട്ടവാറുമായി ചാടി വരികയാണ്. ഈ ഫൈറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ പ്രസവിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എല്ലാം ടെക്നോളജി. അത്രയും വിഷ്വൽസ് കട്ട് ചെയ്തെടുത്തിട്ട് ഏതെങ്കിലും ഒരു കറി പൗഡറോ അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കറിൻ്റെ ഒക്കെ പരസ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്. അല്ലെങ്കിൽ ഇത് വേ പ്രോട്ടീൻ്റെ പരസ്യത്തിനെങ്കിലും അത് ഉപയോഗിക്കാം. അമ്മ അതിൽ പരസ്യം എടുത്തു വെക്കുന്ന പോലെ നല്ല ക്ലീൻ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അഭിനയിച്ച ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലായിരുന്നു. നമ്മൾ കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? ബി ഉണ്ണികൃഷ്ണന് വളരെയധികം സന്തോഷിക്കാവുന്നതാണ്. ആറാട്ടിലെ ലാലേട്ടനെ അവർ അതുപോലെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ലാലേട്ടൻ വാള് വെച്ചിട്ട് ഈ ആദ്യത്തെ വില്ലന്മാരുമായിട്ടുള്ള വെട്ടുപരിപാടിയൊക്കെ ഉണ്ടല്ലോ, പുള്ളി കുറേ വെട്ടുന്നുണ്ട്, ഒരാൾക്ക് മുറിവ് പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കണ്ട. ഒരു വാളെടുത്ത് വില്ലന്റെ വയറ്റിന് ഒരൊറ്റ വെപ്പാണ്, വാൾ അവിടെ നിൽക്കുക. പക്ഷേ വെട്ടുകൊള്ളുന്നില്ലെങ്കിലും കുറെ നേരം കഴിയുമ്പോൾ ഇവർക്കൊക്കെ ചോര വരുന്നുണ്ട്.